ഓക്കെ, അപ്പോൾ തുടങ്ങാം. അതായത് നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് ആസ്പദമാക്കിയിട്ട് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നുള്ളത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എഴുതണമെങ്കിൽ എഴുതാം, അതല്ല ഈ സംഭവം മൂഡൽ ക്ലാസ് റൂമിൽ വരും, അത് നോക്കി നോട്ട് പകർത്തിയാൽ മതി. അതിലാദ്യം നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി substance or phenomenon which can be quantified by a measurement is called physical quantity. The measured value of a physical quantity is expressed as a combination number and a unit. So physical property related to a substance or phenomenon which can be quantified by measurement is called physical quantity. So physical property related to a substance, physical quantity എന്ന് പറയുന്നത് physical related to a substance or phenomenon, ഏതെങ്കിലും സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനോമിനോ ആയോ ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത ആ ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷറബിൾ ആണെങ്കിൽ അതിന് ഫിസിക്കൽ എന്ന് പറയും. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ടു എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ക്വാണ്ടിഫയബിൾ ഓർ മെഷറബിൾ. ഇഫ് ഇറ്റ് ഈസ് മെഷറബിൾ then that is known as a physical quantity. മെഷറബിൾ ക്വാണ്ടിറ്റീസിനാണെങ്കിലാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി, മെഷറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീനാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ എ നമ്പർ ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, മാസ് ഓഫ് എ പേഴ്സൺ 65 kilogram, ലെങ്ത് ഓഫ് എ ടേബിൾ 3 meter, ഏരിയ ഓഫ് എ ഹോൾ 100 meter square, ടെമ്പറേച്ചർ ഓഫ് എ റൂം ഈസ് 300 Kelvin എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്താണ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ആൻഡ് യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസിൽ തന്നെ നോക്കൂ, ഒരു നമ്പറും ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ട്. 65 kg, 3 meter, 100 meter square, 300 Kelvin. അപ്പൊ ഇനി എന്താണ് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി? ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇറ്റ്സ് വാല്യൂ ഹാസ് ടു ബി കമ്പയർഡ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. അതായത് നമുക്കൊരു വസ്തുവിനെ ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ അതിനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ പോയിട്ട് 8 kilogram അരി മേടിച്ചു, അത് 8 kilogram ആണെന്ന് മനസ്സിലായത്. നമുക്ക് 1 kilogramന്റെ 8 മൾട്ടിപ്പിൾ വെച്ചതാണ് ഈ 8 kilogram. അപ്പോൾ 1 kilogram എന്നുള്ള സ്റ്റാൻഡേർഡിന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ത്, ഈ 8 kilogram. അപ്പൊ നമ്മൾ 10 meter എന്ന് പറയുന്നത് 1 meter എന്ന സ്റ്റാൻഡേർഡിന്റെ 10 times, അതിനാണ് നമ്മൾ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ to measure a physical quantity, its value has to be compared with a standard value of quantity. The standard used for measurement of a physical quantity is called unit. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ മൾട്ടിപ്പിൾസിനാണ് നമ്മൾ മെഷറബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിലോഗ്രാം ആണെങ്കിൽ 8 kilogram, ലെങ്ത് ആണെങ്കിൽ 1 meter, 2 meter, 3 meter എന്നൊക്കെ പറയാം. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ എ മെഷർമെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ള അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ട ഒരു
സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ എ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് യൂണിറ്റ്. The standard correspond to exactly 1 unit of that quantity. നമ്മൾ മാസിന്റെ കേസാണെങ്കിൽ 1 കിലോഗ്രാം, അതാണ് അതിന്റെ യൂണിറ്റ്, അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. കിലോഗ്രാമിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ബാക്കി പറയുക. ലെങ്ത് ആണെങ്കിൽ മീറ്റർ, മീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ്. മീറ്ററിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എക്സാമ്പിൾസ്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ സ്യൂട്ടബിൾ യൂണിറ്റ്. ഇതിൽ 4 കാര്യങ്ങളുണ്ട് ഉള്ളത്: ക്വാണ്ടിറ്റി മെഷേർഡ്, യൂണിറ്റ് യൂസ്ഡ്, മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റ്, മെഷേർഡ് വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലെങ്ത്തിന്റെ ഒരു ടേബിളിന്റെ ലെങ്ത് അളക്കുകയാണെന്ന് വിചാരിക്കും. ലെങ്ത് ഓഫ് എ ടേബിൾ, അതിന്റെ യൂണിറ്റ് തീർച്ചയായിട്ടും നമ്മൾ മീറ്ററിലാണ്. അത് അളന്നപ്പോൾ 2.5 എന്നാണ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റും ആൻഡ് ഈ മെഷേർഡ് വാല്യൂ കമ്പൈൻ ചെയ്താണ്. ഈ ഒരു നമ്പറും ഈ യൂണിറ്റും കമ്പൈൻ ചേർന്നിട്ടാണ് നമുക്ക് മെഷേർഡ് വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് 2.5 മീറ്റർ. അതുപോലെ സ്പീഡ് ഓഫ് എ കാർ, യൂണിറ്റ് യൂസ്ഡ് കിലോമീറ്റർ പെർ അവർ. നമ്മൾ കാറിന്റെ മീറ്ററിൽ നോക്കിയപ്പോൾ 60 എന്ന് കേട്ടു. അപ്പം നമ്മൾ മെഷേർഡ് വാല്യൂ 60 കിലോമീറ്റർ അവർ. ഇനി വോളിയം ഓഫ് മിൽക്ക്, വോളിയം ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണ്. ഇപ്പൊ 2 ലിറ്റർ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ മെഷേർഡ് വാല്യൂ അല്ലേ 2 ലിറ്റേഴ്സ്. വോൾട്ടേജ് ഓഫ് എ ബാറ്ററി, ഇത് വോൾട്ടാണ്. മൾട്ടിപ്പിൾ ഓഫ് യൂണിറ്റ് 1.5 ആണെങ്കിൽ 1.5 വോൾട്ട്. ബോഡി ടെമ്പറേച്ചർ, നമുക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിഗ്രി സെന്റിഗ്രേഡിലോ അല്ലെങ്കിൽ കെൽവിനിലോ ഒന്നല്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ ഇപ്പോഴും ഫാരൻഹീറ്റിലാണ് പറയുക. ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 97.6 ആണ്. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 97.6 ആണ്. അപ്പോൾ 97.6 ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ഇപ്പം നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പഠിച്ചു. ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. ഇനി അതിൽ തന്നെ വരുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. 1 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which are defined by the process of measurement and independent of other quantities are called fundamental quantities. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പരസ്പരം ആണെങ്കിൽ, ഒന്നിനൊന്നോട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്: മാസ്, ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ. അപ്പം മാസ് മാറിയെന്ന് വിചാരിച്ച് ടൈമിന് വ്യത്യാസം സംഭവിക്കില്ല. ലെങ്ത് മാറിയെന്ന് വിചാരിച്ച് ടൈമിന് വ്യത്യാസം സംഭവിക്കില്ല. ടെമ്പറേച്ചർ മാറിയെന്ന് വിചാരിച്ച് ടൈമിന് വ്യത്യാസം സംഭവിക്കില്ല. അപ്പൊ ഈ ഓരോരോ കാര്യങ്ങളും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്, ഒന്നിനൊന്നോട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിഫൈൻഡ് ബൈ ദ പ്രോസസ് ഓഫ് മെഷർമെന്റ് and independent of each other, independent of other quantities. Independent എന്നുള്ള വാക്ക് ആലോചിച്ച് വെച്ചാൽ മതി. If they are independent from each other, then they are called fundamental quantities. ഒന്നിനൊന്നോട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ derived quantities. So the physical quantities which do not depends on any other physical quantities for their measurements are known as fundamental quantities. The physical quantities which do not depend on another quantities, പരസ്പരം ബന്ധപ്പെടുന്നില്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്
മാസ്, ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ. അപ്പൊ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ ഒന്നോ അതിലധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേർന്നിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ചേർന്നിട്ടായിരിക്കും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാവുക. നമുക്കിനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു, ദേ ആർ ഇൻഡിപെൻഡന്റ് ഈച്ച് അതർ. ഇനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേർന്നിട്ടാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാവുന്നത്. ക്വാണ്ടിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് derived quantities. Quantities derived from fundamental quantities are called derived quantities. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ജനറേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വൺ ഓർ മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഒന്നോ അതിലധികമോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വൺ ഓർ മോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫോർ ദെയർ മെഷർമെന്റ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. Examples: area, speed, volume, force. Unit of derived quantities are called derived units. Units of derived quantities are called derived units. Next, examples of fundamental and derived quantities along with their units. ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒരു ടേബിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് വ്യത്യാസം മനസ്സിലാവും. ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏരിയ, സ്പീഡ്, വോളിയം, ഫോഴ്സ്. ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിന്റെ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഒന്നിലധികം ക്വാണ്ടിറ്റീസ് കൂടി ചേർന്നിട്ടാണ് ഡിറൈവ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടേബിൾ നോക്കി നമുക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഇനിയിപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഈ ലെങ്ത്തിൽ നിന്നുണ്ടാവുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഏരിയ ആൻഡ് വോളിയം. ഏരിയ എന്ന് പറഞ്ഞാൽ 2 ലെങ്ത്, വോളിയം എന്ന് പറഞ്ഞാൽ 3 ലെങ്ത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. അതുപോലെ ടൈം, അതിന്റെ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂടി ചേർന്നിട്ടാണ് ഇവ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഈസ് മാസ്, കിലോഗ്രാം. അപ്പോൾ മാസിന്റെ കിലോഗ്രാം ആണ് യൂണിറ്റ്. നമ്മൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പോൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതാണ് ഡെൻസിറ്റി. അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അതാണ് മൊമെന്റ്. ഓക്കെ. ഇനി യൂണിറ്റ് ഫോർ മെഷർമെന്റ്സ്. നമ്മൾ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിലും, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ അതിനെ ഡിപ്പിക്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവാൻ നമ്മളൊരു ചെറിയ സാധനം കൂടി ആഡ് ചെയ്യും. അതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് യൂണിറ്റ്. അപ്പോൾ ഒരു മെഷർമെന്റ് നടത്താൻ ആവശ്യമായ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുക. ഇപ്പോൾ ലെങ്ത്തിന്റെ ആണെങ്കിൽ മീറ്റർ ആണ് സ്റ്റാൻഡേർഡ്, മാസിന്റെ ആണെങ്കിൽ കിലോഗ്രാം ആണ് സ്റ്റാൻഡേർഡ്, ടൈമിന്റെ ആണെങ്കിൽ സെക്കൻഡ് ആണ് സ്റ്റാൻഡേർഡ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിനെയാണ് സ്റ്റാൻഡേർഡ് ഫോർ എ മെഷർമെന്റ്, ദാറ്റ് ഈസ് നോൺ ആസ്
യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ പല സ്റ്റാൻഡേർഡുകളുണ്ട്, പല സിസ്റ്റം അനുസരിച്ച് പല മീറ്റർ ഉപയോഗിക്കാം, ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി ഉപയോഗിക്കാം, ഇഞ്ച് ഉപയോഗിക്കാം. ഇതൊക്കെ യൂണിറ്റ്സ് ഫോർ ലെങ്ത് തന്നെയാണ്. അതുപോലെ മാസിനുള്ളത് കിലോഗ്രാം, പൗണ്ട്. അതുപോലെ ടൈമിന് നമുക്ക് സെക്കൻഡിൽ വേണമെങ്കിൽ സമയം പറയാം, മിനിറ്റിൽ വേണമെങ്കിൽ സമയം പറയാം, അവേഴ്സിൽ വേണമെങ്കിൽ സമയം പറയാം. അതുപോലെ ടെമ്പറേച്ചർ ഫാരൻഹീറ്റിൽ പറയാം, ഡിഗ്രി സെന്റിഗ്രേഡിൽ പറയാം, കെൽവിനിൽ പറയാം. ഇതൊക്കെ ടെമ്പറേച്ചർ ഫോർ മെഷർമെന്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ്, ഒരു സ്റ്റാൻഡേർഡിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പണ്ട് മുതൽക്ക് തന്നെ പല ടൈപ്പ് യൂണിറ്റ്സുകൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ യൂണിറ്റ് ആണ് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് സിസ്റ്റം ഏതൊക്കെ രീതിയിലുള്ളതെന്ന് പഠിക്കാം. ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഓഫ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോംസ് എ യൂണിറ്റ് സിസ്റ്റം. ഒരു യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ്, അതിപ്പോൾ ലെങ്ത്, മാസ്, ടൈമിനൊക്കെ വ്യത്യസ്ത യൂണിറ്റുകളായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ബേസ് യൂണിറ്റുകളും ക്ലബ് ചെയ്തിട്ടാണ് യൂണിറ്റ് സിസ്റ്റം ഉണ്ടാവുന്നത്. സോ ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഓഫ് all physical quantities forms a unit system. There are several unit systems in use for over the world, and each unit system is based on a different set of fundamental quantities. പല ടൈപ്പ് യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CGS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം ആർ എക്സാമ്പിൾസ് ഓഫ് യൂണിറ്റ് സിസ്റ്റം. ഇതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൂന്ന് പ്രധാനപ്പെട്ട യൂണിറ്റ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഉള്ളതാണ് CGS സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ CGS സിസ്റ്റം is a unit system based on three fundamental quantities, namely length, mass and time. ഈ CGS സിസ്റ്റം എന്ന് പറയുന്നത് ലെങ്ത്, മാസ് ആൻഡ് ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം ആണ്. ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റിമീറ്ററും, മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാമും, ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് സെക്കൻഡുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ഒന്നുകൂടി പറയാം. CGS system is a unit system based on three fundamental quantities, namely length, mass and time. In the CGS system, centimeter, gram and second are the unit of length, mass and time. അപ്പോൾ ലെങ്ത്തിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെന്റിമീറ്റർ, മാസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഗ്രാം, ടൈമിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ്. This system was first introduced in France. It is also known as Gaussian system. ഈ CGS സിസ്റ്റത്തിന് ഗോഷ്യൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. It is based on the centimeter, gram and second as the fundamental unit of length, mass and time. Next is MKS system of unit. MKS unit system has meter, kilogram and second. MKS യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളത്? മീറ്റർ, കിലോഗ്രാമും സെക്കൻഡും അത് തന്നെയാണുള്ളത്. അത് ലെങ്ത്, മാസ്, ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട്. നേരത്തെ ലെങ്ത്തിന് അവിടെ സെന്റിമീറ്റർ ആയിരുന്നു, മാസിന് അവിടെ ഗ്രാം ആയിരുന്നു, ടൈമിന് സെക്കൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം ആൻഡ് ടൈമിന് സെക്കൻഡ്. അപ്പോൾ MKS system has meter, kilogram and second as base unit respectively for three fundamental units: length, mass and time. This system was also introduced in France. MKS system France തന്നെയാണ്. It is also known as French system of units. It is based on meter, kilogram and second as the fundamental unit of length, mass and time. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതുപോലെ
ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ ഇത് കാണാനില്ല. എന്നിരുന്നാലും ഇത് അറിഞ്ഞിരിക്കുന്നതാണ് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിനാണ് ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്നത് ലെങ്ത്തിന് ഫൂട്ടും മാസിന് പൗണ്ടും ടൈമിന് സെക്കൻഡുമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ് ആസ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഇതിനാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്താണ് സിസ്റ്റം ഇന്റർനാഷണൽ, SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതിനാണ് നമ്മൾ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ ഇൻ 1971 ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് held its meeting and decided a system of units for international units. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ CGS, MKS, FPS സിസ്റ്റം ഒക്കെ വന്നപ്പോൾ പല രാജ്യങ്ങളും പല ടൈപ്പ് യൂണിറ്റുകളാണ്, ബേസ് യൂണിറ്റുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആഗോള വിപണിയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഏത് രാജ്യത്തിൽ പോയാലും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള തോന്നൽ ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു തോന്നൽ റെഡിയാക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് സിസ്റ്റം ഇന്റർനാഷണൽ. So in 1971, General Conference on Weight and Measures held its meeting and decided a system of units for international usage. This system is called International System of Units and abbreviated as SI from its French name. The SI unit consists of 7 fundamental units and 2 supplementary units. ഈ SI സിസ്റ്റം ഉണ്ടാക്കിയ സമയത്ത് അതിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ടായിരുന്നു, 2 സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 1995 ശേഷം ആ സപ്ലിമെന്ററി യൂണിറ്റ്സിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നില്ല, അതിന് ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇത് തുടങ്ങിയ സമയത്ത് അതിന് 7 ഫണ്ടമെന്റൽ യൂണിറ്റും ഇൻ അഡീഷൻ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വരുന്ന 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഇതൊക്കെയാണ്. 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ട്, പക്ഷെ അത് ലേറ്റർ ഓൺ 1995 ശേഷം ആ സപ്ലിമെന്ററി യൂണിറ്റ്സിനെ ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല, അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ് ഇൻ SI യൂണിറ്റ് സിസ്റ്റം. ലെങ്ത് മീറ്റർ ആണ്, സിമ്പൽ സ്മോൾ ലെറ്റർ M. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിന്റെ സിമ്പൽ kg. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, അതിന്റെ സിമ്പൽ S. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, അതിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ K. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, അതിന്റെ സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ A. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡിലാണ്, അതിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് മോൾ, അതിന്റെ സിമ്പൽ MOL, മോൾ. ഇതാണ് 7 SI യൂണിറ്റ്സ്. അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ടായിരുന്നു, അതായത് ആംഗിൾ, 2 ഡയമെൻഷണൽ ആംഗിളിനാണ് നമ്മൾ, അതിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. അത് 3 ഡയമെൻഷണൽ ആവുമ്പോൾ പറയുന്നതാണ് സ്റ്റെറിഡിയൻ. 2 ഡയമെൻഷണൽ ആംഗിളിനാണ്, നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ഒരു കോൺ വരച്ചു, അതിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്നതാണ് 2 ഡയമെൻഷണൽ, അതിനെ റേഡിയൻ എന്നാണ് പറയുക. ആ കോണിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ, ഇപ്പം നമ്മൾ ഐസിന്റെ കോൺ കണ്ടിട്ടില്ലേ, അതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന്റെ ആംഗിളിനാണ് നമ്മൾ സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആദ്യം ഒരു യൂണിറ്റ് ആയിരുന്നു, സപ്ലിമെന്ററി യൂണിറ്റ് ആയിരുന്നു, പക്ഷെ അവസാനം 1995 ശേഷം ഇറ്റ് ക്ലാസിഫൈഡ് ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. SI unit system classified plane angle and solid angle as supplementary quantities. The SI unit of plane angle is radian and the solid angle is steradian. Plane angle എന്ന് പറഞ്ഞാൽ റേഡിയനും solid angle എന്ന് പറഞ്ഞാൽ സ്റ്റെറിഡിയനും. But the notion of supplementary quantities was abandoned. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാക്കുക 1995 and classified them also derived quantities. 95 ശേഷം ഇത് സപ്ലിമെന്ററി അല്ലാന്ന് അബാൻഡൻ ചെയ്ത് ഇപ്പോൾ ഇത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറച്ച് പ്രിഫിക്സസ്, യൂണിറ്റ് പ്രിഫിക്സസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അതിൻ്റെ സിമ്പിൾസ്. അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. It is convenience to represent a large and small quantities in the SI system in terms of multiple and submultiples of 10. Standard prefixes are used for certain powers of 10 as shown in the table 1.4. നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ള ടേബിളാണ്. അപ്പോൾ അതിൽ ഡെക്ക എന്ന് പറയുന്നത് 10⁻1, അതിൻ്റെ സിമ്പിൾ ഡി എന്നാണ്. ഹെക്ടോ എന്ന് പറയുന്നത് 10⁻2, അതിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ എച്ച് ആണ്. കിലോ എന്ന് പറയുന്നത് 10⁻3, അതിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ കെ ആണ്. മെഗാ 10⁻6, ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 എന്ന് പറഞ്ഞാൽ 1/6 ആ വാല്യൂ എന്താണോ അതാണ് 10⁻6. ജിഗാബൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, 10⁻9 ആണ്. ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് അതിൻ്റെ സിമ്പിൾ. ടെറ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് അതിൻ്റെ സിമ്പിൾ. പെറ്റ 10⁻15, ക്യാപിറ്റൽ ലെറ്റർ പി ആണ് അതിൻ്റെ സിമ്പിൾ. എക്സ 10⁻18, ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് അതിൻ്റെ സിമ്പിൾ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. സബ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പം 10⁻1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് 10⁻1 എന്ന് പറയാം. അല്ലെങ്കിൽ 10⁻2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് 10⁻2. 2 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഹെക്ടോ എന്ന് പറയും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെന്റി എന്ന് പറയും. ഇതിൽ ഡെസി എന്ന് പറഞ്ഞാൽ 10⁻1, അത് സ്മോൾ ലെറ്റർ ഡി ആണ് സിമ്പിൾ. സെന്റി എന്ന് പറയുന്നത് 10⁻2, സ്മോൾ ലെറ്റർ സി ആണ് സിമ്പിൾ. മില്ലി എന്ന് പറയുന്നത് 10⁻3, സ്മോൾ ലെറ്റർ എം ആണ് അതിന്റെ സിമ്പിൾ. മൈക്രോ എന്ന് പറയുന്നത് 10⁻6. മ്യൂ, ഇത് റോമൻ ലെറ്റർ ആണ്, മ്യൂ എന്നാണ് അതിന് വായിക്കുക, മ്യൂ എന്നാണ് അതിന്റെ സിമ്പിൾ. നാനോ 10⁻9, സ്മോൾ ലെറ്റർ എൻ എന്നാണ് അതിന്റെ സിമ്പിൾ. പിക്കോ 10⁻12, സ്മോൾ ലെറ്റർ പി എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ. ഫെംറ്റോ 10⁻15, സ്മോൾ ലെറ്റർ എഫ് എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ. ഓട്ടോ 10⁻18, സ്മോൾ ലെറ്റർ എ എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ. അപ്പൊ ഇതില് പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ചുവപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ ടെറ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി നിങ്ങൾ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ചുവപ്പ് അടയാളപ്പെടുത്തിയതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ സിലബസിലുള്ളതാണ് ഇവിടെ ടേബിളായി കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കോമൺ യൂസേജിന് ഈ ചുവന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നെങ്കിലും പഠിക്കണം. അതാണ് ഞാൻ അതൊന്നുകൂടി കൊടുക്കാൻ കാരണം. എന്താണ് അതിൻ്റെ ഉപയോഗം? അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആംബിയറിനെ മില്ലി ആംബിയറിൽ പറയാം, മൈക്രോ ആംബിയറിൽ പറയാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് ഈ പവേഴ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ 3 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 3 MA എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 × 10⁻³ ആംബിയർ എന്നാണ്. ഇനി 5 മൈക്രോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 5 MeV എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 × 10⁻6 വോൾട്ട്. 8 നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 NS എന്നാണ് എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു 8 × 10⁻19 സെക്കൻഡ്. ഇനി 6 പിക്കോമീറ്റർ, 6 PM എന്ന് പറഞ്ഞാൽ 6 × 10⁻12 മീറ്റർ. 5 കിലോമീറ്റർ എന്ന് പറയുന്നത് 5 km, വിച്ച് ഈസ് ഈക്വൽ ടു 5 × 10⁻3 മീറ്റർ. 7 മെഗാവാട്ട്, 7 MW എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 7 × 10⁻6 വാട്ടാണ്. ഇനി കൺസെപ്ച്വൽ ലേണിംഗ്, അതായത് നമ്മളിപ്പോൾ കുറേ പവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഈ പവേഴ്സ് വെച്ച് എങ്ങനെയാണ് ഇത് കൺവെർട്ട് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. അതല്ലെങ്കിൽ നമ്മളത് കൺവെർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Chapter 1 complex numbers chapter 1 and module 1 complex numbers.